വൃക്ഷരാജാവിനെ 7 പ്രദക്ഷിണവുമായി അശ്വത്ഥ നാരായണ പൂജ നടത്തി കണ്ണൂരിലെ തൂണോളി ലൈൻ ചെട്ടിയാർകുളം നിവാസികൾ പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി. കണ്ണൂർ ചെട്ടിയാർകുളം തൂണോളി ലൈനിലെ നഗരവാസികളുടെ കൂട്ടായ്മയായ തൂണോളി ലൈൻ അരയാൽത്തറ മുത്തപ്പൻ കമ്മിറ്റിയാണ് ആണ്ടുമുത്തപ്പൻ വെള്ളാട്ടത്തോടനുബന്ധിച്ച് ചടങ്ങൊരുക്കിയത്. താന്ത്രിക ആചാര്യൻ പൂജ തുടങ്ങിയപ്പോൾ ഓംകാരധ്വനി മുഴക്കിയും പഞ്ചാക്ഷരി ജപിച്ചും കൂട്ടായ്മ അരയാൽത്തറയ്ക്ക് ചുറ്റും മൺചിരാതും തെളിയിച്ചു. ഈശ്വരീയമായ ചൈതന്യമുള്ള 33 കോടി ദേവതകളുടെ ചൈതന്യ സ്ഥാനമായിട്ടുള്ള ഈ വൃക്ഷം പോസിറ്റീവ് എനർജി പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. പരിസരവും ഈ ലോകവും ശുദ്ധീകരിച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ട അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ വൃക്ഷത്തെ ആരാധിക്കുകയും അതിനെ പ്രദക്ഷിണം വയ്ക്കുകയും അതിൽ വിളക്ക് കൊളുത്തുകയൊക്കെ ചെയ്ത് അതിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നു. അപ്പം അതിന് ഈ പരിസരത്ത് ഇങ്ങനെ ഒരു വൃക്ഷമുണ്ടായി ഇവരതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിനെ ആചരിച്ചു വരികയാണ്. ഭാരതീയ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ അരയാലിനു വൃക്ഷരാജ പദവി നൽകി പൂജിക്കുന്നത് പ്രകൃതി സംരക്ഷണ പാഠം കൂടിയാണ്. ആഗോള താപനമടക്കമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കാൻ അരയാൽ വൃക്ഷ സംരക്ഷണത്തിലൂടെ സാധിക്കുമെന്ന് ആധുനിക സമൂഹത്തെ ഓർമ്മപ്പെടുത്താനാണ് കണ്ണൂർ നഗരവാസികളുടെ കൂട്ടായ്മ ഇത്തരമൊരു ചടങ്ങ് ഓരോ ആണ്ടിനൊടുവിലും കഴിഞ്ഞ 10 വർഷമായി നടത്തിവരുന്നത്. ഇരിങ്ങാലക്കുട ഗുരുപദം ആചാര്യൻ PK ഗോപാലകൃഷ്ണൻ തന്ത്രി കാർമ്മികത്വം വഹിച്ചു. P നിതീഷ് സഹകാർമ്മികനായി. വൃക്ഷരാജ മാഹാത്മ്യത്തെക്കുറിച്ച് മുഖ്യകർമ്മി തന്ത്രി ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. പ്രദേശത്ത് നൂറ്റാണ്ടായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാലിനു ചെങ്കൽത്തറ കെട്ടി സംരക്ഷിക്കാൻ മുൻകൈ എടുത്തത് തൂണോളി ലൈൻ അരയാൽത്തറ മുത്തപ്പൻ ദേവസ്ഥാന കമ്മിറ്റിയാണ്. 10 വർഷം മുൻപാണ് തറ സമർപ്പിച്ചത്. മുരളീകൃഷ്ണനും SK മോഹനനും നേതൃത്വം നൽകുന്ന കമ്മിറ്റിയാണ് ചടങ്ങൊരുക്കിയത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.